ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു സിറ്റുവേഷനിലല്ല അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും കടന്നു പോകണം. കാരണം നീറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തതും രണ്ടാമതൊരു എക്സാമിനേഷൻ വരുന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം എൻഡിഎന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ നീറ്റ് എക്സാമിനേഷൻ നടക്കുന്നതും പേപ്പർ ലീക്ക് ആവുന്നതും ആദ്യത്തെ ഒരു കാര്യമല്ല, സംഭവമല്ല. പക്ഷെ ഒരു എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്ത് വീണ്ടും ഇനി കുട്ടികൾ ഒരു റീ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാന്ന് പറയുന്നത് അത് വളരെ എന്താ പറയാ, അത് എഴുതുന്ന ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരുപാട് കുട്ടികൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ നിങ്ങളോട് പറയാ, നിങ്ങൾ മാക്സിമം രണ്ടാമത് ഇനിയിപ്പോ ഒരു എക്സാം വരികയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങള് നന്നായിട്ട് പരിശ്രമിക്കുക. കാരണം ഈ ഒരു എക്സാമിനേഷൻ റിസൾട്ട് അല്ലെങ്കിൽ ഒരുപാട് നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൽ കൂടുതലും ഇനി നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി നിങ്ങളുടെ റാങ്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നീറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും റിസ്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഞാനും +1 +2ന്റെ കൂടെ നീറ്റ് എക്സാമിനേഷന് പോയിട്ട് എനിക്ക് +2ന്റെ കൂടെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് വലിയൊരു റാങ്ക് ഒന്നും കിട്ടിയില്ല. പിന്നെ വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാത്തത് കാരണമാണ് പാരാമെഡിക്കൽ ഫീൽഡ് തെരഞ്ഞെടുത്തത്. അപ്പൊ എനിക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുള്ള കാര്യം അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു എൻഡിഎന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പം നിങ്ങള് ആരും വിഷമിക്കണ്ട, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ഇനി ഷെഡ്യൂളും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ അവർ ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കണ്ട. കാരണം സമയം ഉള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. പിന്നെ കേരളത്തില് പൊതുവെ നമ്മൾ കേരളത്തിലുള്ള അഡ്മിഷൻസിന്റെ കാര്യങ്ങൾക്ക് അറിയാലോ, നമ്മൾ കൂടുതലായിട്ട് പാരാമെഡിക്കൽ ഈ അലൈഡ് ഹെൽത്തിന്റെ ഡീറ്റെയിൽസ് ആണ് കൂടുതലായിട്ട് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു നീറ്റിന്റെ റിസൾട്ട് വന്നിട്ട് ഒരുപാട് പേര് ഈ ഒരു മേഖലയിലേക്ക് തിരിയുന്ന ഒരുപാട് വിദ്യാർത്ഥികള് അവർക്കും തന്നെ ഇത് ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ടാവും. കാരണം ഇനിയിപ്പോ നീറ്റിന്റെ റിസൾട്ട് വരണം, ഈ LBSന്റെ അഡ്മിഷൻസും കാര്യങ്ങളും എല്ലാം പൊതുവെ നമ്മളെ കേരളത്തിലെല്ലാം ഡിലേ ആണ്. അപ്പൊ അതൊക്കെ കുറച്ച് ഒരു എന്താ പറയാ, നമുക്കിപ്പോ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും അറിയാത്തൊരവസ്ഥയിലാണ്. എന്തായാലും സമയമെടുക്കും. പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ടി ഒരു എക്സാം പ്രിപ്പയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്യേണ്ട പോലെയല്ല. നീറ്റ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, ഏകദേശം 20-25 ലക്ഷം കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. സോ അതിൻ്റെതായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്നായിരിക്കും ഇനി അപ്ഡേഷൻ, അതായത് റീ എക്സാമിനേഷൻ എന്നായിരിക്കും, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കരിയർ ഹെൽപ്സിന്റെ ഗ്രൂപ്പിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇനി നിങ്ങളുടെ ഒരു സെക്കൻഡ് ചാൻസ് ആണെന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നിരാശരാവണ്ട. കാരണം എന്നൊന്നും നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോ നിങ്ങള് മാർക്ക്, നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്ക് ഉള്ള കുട്ടികൾ, ഇപ്പോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരു രണ്ടാം അവസരമാണെന്ന് വിചാരിച്ചിട്ട് മാർക്ക് നല്ല നേടിയിട്ടുള്ള കുട്ടികൾ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മാർക്ക് നിങ്ങൾ കളയാതെ വീണ്ടും നിങ്ങൾ അപ്പിയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ, കരിയർ ഹെൽപ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.